കർത്താവിന്റെ വചനം പറയുന്നു, ഈ പറയപ്പെട്ട ലിസ്റ്റുകളിൽ എഴുതിയിരിക്കുന്ന വ്യക്തികൾ ദൈവരാജ്യം അവകാശമാക്കത്തില്ലെന്ന് കർത്താവിന്റെ വചനം പറയുന്നു. ഇതൊരു വാർണിംഗ് മെസ്സേജ് ആണ്, മുന്നറിയിപ്പിന്റെ മെസ്സേജ് ആണ്. ആരോട്? അനീതി ചെയ്യുന്നവരോട്. സ്തോത്രം. എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, ഈ പറയപ്പെട്ട ലിസ്റ്റിനകത്ത് നമ്മൾ ഉണ്ടെങ്കിൽ നമ്മൾ നിത്യതയ്ക്ക് അവകാശികളായി തീരത്തില്ലെന്ന കർത്താവിന്റെ വചനം പറയുന്നത്. പൗലോസ് വലിയൊരു ലിസ്റ്റാണ് ഈ വചനഭാഗത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് പകലിൽ നമ്മൾ വളരെ വിജിലന്റ് ആയിരിക്കണം, അലേർട്ടായിരിക്കണം. പിശാചിന്റെ തന്ത്രങ്ങളിൽ വീണുപോവാൻ സ്വർഗം ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ നഷ്ടപ്പെട്ടുവാൻ സ്വർഗം ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടത്ര ഇന്ന് ഈ പ്രഭാതത്തിൽ ഈ ദൂത് കേൾക്കുവാൻ ഇടയായത്. നിങ്ങളുടെ പാപം എത്ര കടുംചുമപ്പായിരുന്നാലും അവൻ ഹിമം പോലെ വെളുപ്പിക്കും. സ്തോത്രം. ഒരുക്കമുള്ളവരാ സമർപ്പണത്തോടെ നിങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് കർത്താവിന്റെ സന്നിധിയിലേക്കൊന്ന് അടുത്തു വരാമോ? ഈ പറയപ്പെട്ട ലിസ്റ്റിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ സ്വർഗത്തിന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ ഒരു ക്ഷമാപണത്തോടെ കർത്താവിന്റെ അരികിലേക്കൊന്ന് അടുത്തു വരാമോ? അവൻ നിങ്ങളുടെ പാപത്തെ ക്ഷമിക്കും. നിങ്ങളുടെ പാപം എത്ര കടിച്ചുമപ്പായിരുന്നാലും അവൻ ഹിമം പോലെ ഇന്നീ പകലിൽ വെളുപ്പിക്കും. അതുകൊണ്ട് അത്ര ഇന്നീ പ്രഭാതത്തിൽ ഈ ദൂത് കേട്ടുകൊണ്ടിരിക്കുന്നത്. ആമേൻ, സ്തോത്രം. ഈ വചനത്തിന് മുമ്പിൽ ഒന്ന് സമർപ്പിച്ചാട്ടെ. പരിശുദ്ധാത്മാവ് ഇന്ന് പകലിൽ ആരോടോ ഇടപെട്ടുകൊണ്ടിരിക്കുന്നു. ഏതൊക്കെ പാപങ്ങളൊന്ന് ഒരിക്കൽ കൂടി വായിച്ചു കേൾപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ദുർനടപ്പുകാർ, വിഗ്രഹാരാധികൾ, വ്യഭിചാരികൾ, സ്വയംഭോഗികൾ, പുരുഷകാമികൾ, കള്ളന്മാർ, അത്യാഗ്രഹികൾ, മദ്യപാന്മാർ, വാവിഷ്ണക്കാർ, പിടിച്ചുപറിക്കാർ എന്നിവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും. ഈ പറയപ്പെട്ട ലിസ്റ്റിൽ എഴുതിയിരിക്കുന്നതെല്ലാം ബന്ധനങ്ങളാണ്. പരിശുദ്ധാത്മാവ് ആരും ഈ പിശാചിന്റെ നുകത്തിന് കീഴിലായി പോകുവാൻ ആഗ്രഹിക്കുന്നില്ല. ഈ ബന്ധനത്തിൽ കീഴിൽ ആയി പോകുവാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് അത്ര ഇന്ന് ഈ പ്രഭാതത്തിൽ ഈ ദൂത് കേട്ടുകൊണ്ടിരിക്കുന്നത്. എങ്ങനെ നമ്മൾക്ക് പുറത്തു വരുവാൻ സാധിക്കും? ഇതൊരു നുകമാണെങ്കിൽ കർത്താവിന്റെ വചനം പറയുന്നു, അഭിഷേക നുകത്തെ തകർക്കും. ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവ് സമർപ്പണത്തോടെ അടുത്തു വരുന്നവരെ നിറയ്ക്കുമെന്ന് ഏൽപ്പിച്ചു കൊടുത്താട്ടെ. ഒരു നിമിഷം ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താട്ടെ. നിങ്ങൾ ആയിരിക്കുന്ന നാളുകളായി നിങ്ങളുടെ സ്വന്തം ബുദ്ധിയിൽ വെച്ചിട്ട് നിങ്ങൾ പല വിഷയത്തിൽ നിന്നും പുറത്തു വരുവാൻ നോക്കിക്കാണും, പക്ഷെ നടന്നു കാണത്തില്ല. പക്ഷെ ഇന്ന് കംപ്ലീറ്റ് ആയി ഇന്ന് പരിശുദ്ധാത്മാവിന്റെ സന്നിധിയിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാവോ? അവൻ നമ്മളെ നിറയ്ക്കും, അഭിഷേകത്താൽ നിറയ്ക്കും. ആ നുകത്തെ പൊട്ടിച്ചു കളയും. അതെ, പിശാച് നിങ്ങളെ കുടുക്കിക്കളഞ്ഞ ഇതിലേതെങ്കിലുമൊക്കെ സ്വഭാവങ്ങളുണ്ടെങ്കിൽ അവന്റെ തന്ത്രങ്ങളോട് എതിർത്തു നിന്നാട്ടെ. സ്വർഗത്തിലെ ദൈവം ഇന്ന് പകലിൽ നിങ്ങളെ ആ മണ്ഡലത്തിൽ നിന്ന് വിടുവിച്ച് പുറത്തു കൊണ്ടുവന്ന് നിങ്ങളെ സ്വാതന്ത്ര്യമാക്കിയിരിക്കും.